ഹായ് സുജീഷ്, ഈ ലിങ്ക് ഒന്ന് H2B ക്ലാസ്സിൽ ഷെയർ ചെയ്യൂ കേട്ടോ. ഇന്ന് എൻ്റെ ലാപ്ടോപ്പ് പണിമുടക്കിയിരിക്കുകയാണ്, അപ്പോൾ എനിക്ക് മൊബൈൽ മാത്രമേ ഉള്ളൂ. ഓഡിബിൾ ആണല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ഹായ്. യെസ്. ടുഡേ മൈ കമ്പ്യൂട്ടർ ഈസ് നോട്ട് ഓക്കെ. So shall we start or shall we wait for others? ഏതായാലും ഒരു 2 minutes we can wait for others to join. In the meantime, we can just go through what we have discussed yesterday. Yesterday we discussed or started the self story of a great woman, that is none other than the CEO of Teach for India. Teach for India is a mission started by Shaheen Mistry, in which she helped the slum children and educate them, because she understood that giving education is the best way for empowering a society. So even though she belonged to a very rich family, even though she was born and brought up in a luxurious house in Indonesia, being the daughter of a very rich banker, her attitude for the socially backward, marginalized children forced her to be the CEO of Aganta Foundation and Teach for India. And we understood that till 12 years, she thought that she is the happiest girl, she is the perfect girl. Not only that, she thought that everybody in this world is happy. But when she was 12 years old, she has been taken to an orphanage on the weekend. When she reached that orphanage, she understood that all the people are not happy. Those children who are there in the orphanage, they are so sad and unhappy. They have been screaming, crying, etc. So she was in total confusion. Then after that, during her summer holidays in Mumbai, she used to visit the Happy Home and the School for the Blind. There again, she met with people who are not happy, who are not perfect. ബ്ലൈൻഡ് ഹോമിൽ കുട്ടികളൊക്കെ ഇങ്ങനെ ജിങ്കിൾ ചെയ്യുന്ന ബോൾ വെച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നതും അവിടെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതും ഉള്ളതിൽ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നതും അവൾ കാണുകയാണ്. അതേപോലെ തന്നെ പിന്നീട് ഇന്ത്യയിലുള്ള വിസിറ്റുകൾക്കിടയിലാണ് ഷി അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ ഈസ് ഇനിക്വിറ്റി ഇൻ ഇന്ത്യ, ഇനിക്വാലിറ്റി, അസമത്വം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് അവൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കാനായിട്ട് അവളെ സഹായിച്ചത് അവളുടെ വീട്ടിൽ ഒരുപാട് വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിഞ്ഞ് AC കാറിൽ പുറത്തു പോകുന്ന സമയത്താണ് അവൾ കാണുന്നത് റോഡരികിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പൊരി വെയിലിൽ അനിയന്മാരെയൊക്കെ ഏറ്റിപ്പിടിച്ച് കഷ്ടപ്പെട്ട് നടക്കുന്ന തൻ്റെ പ്രായത്തിലുള്ള കുറേ കുട്ടികൾ, അതുപോലെ തന്നെ ഒരു പിടി ചോറും പരിപ്പ് കറിയും 6-7 മക്കൾക്കും ഭർത്താവിനും എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരമ്മ, ഇതൊക്കെ കൂടി കണ്ടതോടുകൂടി നമ്മുടെ ഷഹീൻ മിസ്ട്രിക്ക് ആകെ വിഷമായി. ഷി അണ്ടർസ്റ്റുഡ് ദാറ്റ് ചില ആളുകൾ, ഞങ്ങളൊക്കെ വീട്ടിൽ വളരെ ഹാപ്പിയാണ്, ഒരുപാട് ഭക്ഷണമുണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്, എന്നാൽ തെരുവിൻ്റെ മക്കളായിട്ടുള്ളവർ സ്ലംസിൽ കിടന്ന് ഉറങ്ങുന്ന കുറേ ആളുകൾ, അവർക്ക് മനുഷ്യന് കിട്ടുന്ന ഒരു പരിഗണനയും കിട്ടാത്ത ഒരു നാടാണ് ഇന്ത്യ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ് ഷഹീൻ മിസ്ട്രിക്ക്. ഓക്കെ, അതുവരെയാണ് നമ്മൾ ഇന്നലെ എടുത്തത്. അപ്പോൾ അവൾ ഡിസൈഡ് ചെയ്യാണ്, ആ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയത്. യെസ്, ദേ നീഡ് മീ. ഈ കുട്ടികളെ സഹായിക്കലാണ് തൻ്റെ ലൈഫിൻ്റെ മിഷൻ എന്ന് അവൾ തിരിച്ചറിയാണ്. സോ ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ഇൻ ഇന്ത്യ. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ചാറ്റിക്കോളൂ. തുടങ്ങിയാലോ? യെസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. In the days that followed, I kept thinking about those kids and that moment.
പിന്നീടുള്ള ദിവസങ്ങളിൽ മുഴുവനും എപ്പോഴും ഊണിലും ഉറക്കത്തിലുമൊക്കെ ഷൈൻ മിസ്ട്രി ചിന്തിച്ചുകൊണ്ടിരുന്നത്, അവളുടെ മനസ്സിനെ ഇങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുഖമായിരുന്നു. പൊരിവെയിലിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെണ്ടി നടക്കുന്ന, ഭിക്ഷയാചിക്കുന്ന ആ പാവപ്പെട്ട കുട്ടികളുടെ കണ്ണിലെ ദൈന്യതയായിരുന്നു പിന്നീട് അവളുടെ ലൈഫിനെ മുന്നോട്ട് നയിച്ചത്. ഷീ ഡിസൈഡഡ് ദാറ്റ് ഷീ വിൽ സ്റ്റേ ഇൻ ഇന്ത്യ ആൻഡ് ഹെൽപ്പ് ദോസ് ചിൽഡ്രൻ. ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന് അവൾ തിരിച്ചറിയാണ്. പക്ഷേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ പണക്കാരിയായ ഒരു വീട്ടിലെ പെൺകുട്ടി പെട്ടെന്ന് പഠിപ്പൊക്കെ മാറ്റി വെച്ചിട്ട് പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങാന്ന് പറയുമ്പോൾ വിൽ ഇറ്റ് ബി ആൻ ഈസി തിങ്? വീട്ടുകാർ എത്ര പെട്ടെന്ന് അത് സമ്മതിച്ചു കൊള്ളണം എന്നുണ്ടോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഓ ആയിക്കോട്ടെ മോളെ, എന്നാ നീ പൊക്കോന്ന് പറയുമോ? ഈവൻ ഇർഫാൻ ആലം തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പാർഷ്യലൈസ്ഡ് ആയിട്ടുള്ള, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള റിക്ഷാവാലാസ്. അപ്പോൾ അവൻ്റെ വീട്ടുകാർ പറഞ്ഞത് എന്താ? സ്റ്റോപ്പ് ദിസ് ഡേർട്ടി ബിസിനസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ് എന്നാണ്. അപ്പോൾ അതേപോലെ നമ്മുടെ ദീദിക്ക്, ഷഹീൻ മിസ്ട്രിക്ക് എങ്ങനെയായിരിക്കാം അവളുടെ പാരൻസിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ ഉണ്ടായ റെസ്പോൺസ് എന്നറിയണ്ടേ നമുക്ക്? അപ്പം നമുക്ക് നോക്കാം. In the days that followed, I kept thinking about those kids and that moment. എപ്പോഴും അവരെക്കുറിച്ചാണ് അവളുടെ ചിന്ത മുഴുവൻ ഉണ്ടായിരുന്നത്. India was answering the search for purpose that I had felt ever since I was a child. 12-ാമത്തെ വയസ്സിൽ ഉറുമ്പുകൾ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ആര് മാർഗതടസ്സമുണ്ടാക്കിയാലും അതെല്ലാം മാറ്റി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തിരിക്കുന്ന ഉറുമ്പുകളെ കുറിച്ച് അവൾ ഓർത്തിരുന്നു. അപ്പോൾ അവൾ ചിന്തിച്ചിരുന്നു, വെറും 12-ാമത്തെ വയസ്സിൽ വാട്ട് ഈസ് മൈ ഡെസ്റ്റിനേഷൻ എന്ന്. ഓർമ്മയില്ലേ? അപ്പം അങ്ങനെ ആ ചിന്ത, അത് അവൾക്ക്, ആ ചിന്തയ്ക്കുള്ള ഉത്തരം, വാട്ട് ഈസ് മൈ ഡെസ്റ്റിനേഷൻ എന്ന ചിന്തയ്ക്കുള്ള ഉത്തരം അവൾക്ക് മുംബൈ തെരുവിൽ നിന്നും കിട്ടി. എന്താണ് ഡെസ്റ്റിനേഷൻ? യെസ്, ഇന്ത്യ ഈസ് മൈ ഡെസ്റ്റിനേഷൻ. ഹെൽപ്പിംഗ് ദ പുവർ ചിൽഡ്രൻ ഇൻ ഇന്ത്യ ഈസ് മൈ ഡെസ്റ്റിനേഷൻ. അവൾ കണ്ടെത്തുകയാണ്, ഇതാണ് എൻ്റെ ഡ്യൂട്ടി, ഇന്ത്യയിലെ പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്നവൾ തിരിച്ചറിയാണ്. I was being challenged to find my identity. I wanted to be part of making things better for children. I knew then that this could be my country and that whatever I did here could make more of a difference than in the manicured reality of my യൂണിവേഴ്സിറ്റി ലൈഫ് ഇൻ സ്റ്റേറ്റ്സ്. ഏകദേശം അപ്പോഴേക്കും അവളുടെ സ്റ്റേറ്റ്സിൽ പോയിട്ട് അവളുടെ ഹയർ സ്റ്റഡീസ് നടത്താൻ വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും രക്ഷിതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവൾ തീരുമാനിക്കുന്നത്, ഇല്ല, സ്റ്റേറ്റ്സിലെ ഹൈഫൈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കലല്ല എൻ്റെ ലക്ഷ്യം, മറിച്ച് എൻ്റെ നാടായ ഇന്ത്യയിൽ തെരുവിൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് അവൾ തിരിച്ചറിയാണ്. എവിടെയെങ്കിലും പോയി ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല, മറിച്ച് ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ആവശ്യമുള്ളത് ഈ തെരുവിലെ സന്തതികൾക്കാണ്, അത് കൊടുക്കലാണ് എൻ്റെ ലക്ഷ്യം എന്നവൾ തിരിച്ചറിയാണ്. Nervously, a week before I was to return to Boston, I telephoned my parents to try and explain the jumbled feeling that culminated in my strong desire to move back to Mumbai. They listened carefully but advised me and cautioned that living in Mumbai would be vastly different from my current vacation. വെരി നെർവസ്ലി, വളരെ ടെൻഷനോട് കൂടിയിട്ട് അവൾക്ക് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്സിലേക്ക് പോകേണ്ട ദിവസത്തിന് ഏകദേശം ഒരാഴ്ച മുന്നേ വളരെ ടെൻഷനോടുകൂടി അവൾ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഐ ഹാവ് സംതിങ് ടു ടോക്ക് ടു യു. ഐ ഹാവ് ഫൈൻഡ് മൈ ഡെസ്റ്റിനേഷൻ. മൈ ഡിയർ പാരൻസ്, പ്ലീസ് ലെറ്റ് മീ സ്റ്റേ ഇൻ മുംബൈ ആൻഡ് പ്ലീസ് ട്രൈ ടു ഹെൽപ്പ് ദ പുവർ ഇന്ത്യൻ ചിൽഡ്രൻ ഇൻ ദ സ്ട്രീറ്റ്. ഇത് കേട്ട ഉടനെ അവളുടെ പാരൻസ് പറഞ്ഞു, യു ആർ ഓൺ യുവർ വെക്കേഷൻ ഇൻ മുംബൈ. എല്ലാ ലക്ഷറി ആസ്വദിച്ച് വളരെ ഹൈഫൈ സ്കൂളിൽ പഠിച്ച് അവിടെ നിന്ന് നിൻ്റെ വെക്കേഷന് നീ മുംബൈയിൽ വരുമ്പോൾ നിനക്കിതൊക്കെ വലിയ ത്രില്ലായിട്ട് തോന്നും, കാരണം എപ്പോഴെങ്കിലും മതിയല്ലോ. എന്നാൽ മുംബൈയിൽ സ്ഥിര താമസമാക്കിയിട്ട് ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നുള്ള നിൻ്റെ തോന്നലില്ലേ, അത് സക്സസ് ആവാൻ സാധ്യതയില്ല.
കാരണം നീ ലക്ഷറി കണ്ട് ലക്ഷറിയിൽ കുളിച്ചു വളർന്നവളാണ്. നീ ഇങ്ങനെ മുംബൈയിലെ കാഠിന്യമൊക്കെ സഹിച്ചും കൊണ്ട് ഇവിടെ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിനക്കത് ബുദ്ധിമുട്ടാകും എന്നാണ് ആര് പറയുന്നത്? ഹർ പാരൻസ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഈ ലിങ്ക് ഇവിടെ ക്ലാസ്സിലുള്ളവർ H2Bയിലേക്കും S2Bയിലേക്കും ഒന്ന് ഫോർവേഡ് ചെയ്യൂ കേട്ടോ. കാരണം എനിക്കിന്ന് ഫോർവേഡ് ചെയ്യാൻ കഴിയില്ല, ഇന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഓക്കെ, സോ ഐ ഹോപ്പ് യു വിൽ ഡു ദാറ്റ്. അങ്ങനെ അവളോട് പറയുകയാണ്, വെക്കേഷനിൽ മുംബൈ പോണ മാതിരി ആവില്ല എൻ്റെ മുത്തേ, നീ സ്ഥിരമായിട്ട് മുംബൈയിൽ ഈ യാഥാർത്ഥ്യങ്ങളുടെ ഇടയിൽ നീ കഷ്ടപ്പെട്ടു പോവും, അതുകൊണ്ട് നല്ല പോലെ ആലോചിച്ചോ എന്ന് പറയുകയാണ് അവളുടെ പാരൻസ്. ബട്ട് വെൻ ഐ പേഴ്സിസ്റ്റഡ്, പക്ഷെ അവൾ അതിൽ ഉറച്ചു നിന്നിട്ട് അതല്ല ഞാൻ അത് തന്നെ ആഗ്രഹിക്കുന്നത്, ഞാൻ അത് തന്നെ ചെയ്യട്ടെ എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ they agreed on 2 conditions. At last they agreed, but they have made 2 conditions. What are they? That I would get admission into a good undergraduate college in the city. മുംബൈ സിറ്റിയിലെ ഒരു വളരെ നല്ല കോളേജിൽ നീ എന്ത് ചെയ്യണം? അണ്ടർ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് നീ പ്രവേശനം നേടണം. ഓക്കെ, വെറുതെ ഒന്നും പറ്റൂല, ഏറ്റവും നല്ല കോളേജിൽ തന്നെ നിനക്ക് പ്രവേശനം നേടണം. പിന്നെയോ, ആൻഡ് ലേറ്റർ ഐ വുഡ് ട്രാവൽ അബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് ഡിഗ്രി. അണ്ടർ ഗ്രാജുവേഷൻ മുംബൈയിലെ ഏറ്റവും നല്ല കോളേജിൽ ചേരണം. അതിനുശേഷം അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പിന്നെയും മുംബൈയിൽ നിന്ന് തിരിയാൻ ഞങ്ങൾ സമ്മതിക്കില്ല മോളെ. നീ എന്ത് ചെയ്യണം? നീ ഇത് കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോകും നിന്റെ ഗ്രാജുവേഷന് എന്ന് നീ ഉറപ്പ് നൽകണം. ഇതായിരുന്നു അവരുടെ 2 കണ്ടീഷൻ. The only place I could think to start was St. Xavier's, where my parents had studied. I walked into the crowded college office and asked for an appointment to see the principal. അങ്ങനെ മുംബൈയിലെ ബെസ്റ്റ് കോളേജാണ് സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ്. ഹർ പാരൻസ് ഓൾസോ ഹാഡ് ദെയർ എഡ്യൂക്കേഷൻ ഇൻ ദാറ്റ് കോളേജ്. അങ്ങനെ സെയിൻറ്റ് സേവിയേഴ്സ് കോളേജിൽ പോവുകയാണ്. ആൻഡ് ഷീ റിക്വസ്റ്റഡ് ഫോർ എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് ദ പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിനെ ഒന്ന് കാണാൻ വേണ്ടി ചോദിക്കുകയാണ്. അഡ്മിഷൻസ് ഷട്ട് 3 months earlier, I was told, and the principal doesn't give appointments. എന്താ പറഞ്ഞത്? അഡ്മിഷനൊക്കെ ഓൾറെഡി 1 മാസം മുന്നേ തന്നെ കഴിഞ്ഞു, അതുകൊണ്ട് 3 മാസം മുന്നേ തന്നെ അഡ്മിഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പ്രിൻസിപ്പൽ ഇനി ആർക്കും അപ്പോയിൻമെൻ്റ് ഒന്നും തരില്ല, കാണാൻ പറ്റൂല എന്ന്. I stood in the corridor outside the office, choking back frustration. ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ കൂടി വന്നിട്ട് ആ ഓഫീസിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് അവളിങ്ങനെ ശ്വാസം മുട്ടി കരയാനൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. That time, a student standing outside witnessed the exchange between the principal's assistant and me. He came over and whispered with a wink, "There is a side door to the principal's office. You may want to try that." ഉടനെ അവിടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പയ്യൻ അവൻ വന്നിട്ട് പറഞ്ഞു, പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്കുള്ള മെയിൻ ഡോറേ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, നീ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, ഒന്ന് പോയി നോക്കുന്ന്. അതായത് അത് പ്രൈവറ്റ് കോളേജാണ്, അതുകൊണ്ട് തന്നെ അവിടെ അഡ്മിഷന് ഏതെങ്കിലും പ്രൈവറ്റ് സീറ്റൊക്കെ ഉണ്ടാവും, നീ ഒന്ന് അപ്പുറത്ത് കൂടെ പോയി നോക്കുന്ന്. സോ ഷീ എൻറ്റേർഡ് ടു ദ പ്രിൻസിപ്പൽ വിതൗട്ട് ഗെറ്റിംഗ് എൻ അപ്പോയിൻമെൻറ്റ്. ഒരു അപ്പോയിൻമെൻറ്റ് എടുത്താലേ അയാളെ കാണാൻ പറ്റൂ, വലിയ കോളേജിലെ പ്രിൻസിപ്പളാണ്. എന്നിട്ട് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കാതെ നേരെ അങ്ങ് ഇടിച്ച് കയറി ഇവള് സൈഡ് ഡോറിലൂടെ. I went straight through the side door. കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ അങ്ങോട്ട് പോയി, കാരണം അത് അവളുടെ ആവശ്യമാണ്. ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ ഈ കോളേജിൽ അഡ്മിഷൻ വാങ്ങിയേ പറ്റൂ. സോ ഷീ ഗെറ്റ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് റൂം. ഫാദർ ഡിക്രൂസ് ലുക്ക്ഡ് അപ്പ് ക്യൂസിക്കലി ആൻഡ് ഓപ്പൺഡ് ഹിസ് മൗത്ത്. ക്യൂസിക്കലി മീൻസ് ചോദ്യരൂപേണ, ഇതിപ്പോൾ എങ്ങനെ അകത്ത് വന്നു, ഞാൻ അപ്പോയിൻമെൻറ്റ് കൊടുക്കാതെ ഒരാളെ എൻ്റെ റൂമിൽ വരികയെ എന്ന രീതിയിൽ അവളെ ഇങ്ങനെ നോക്കി. And opened his mouth, but before he could say anything, I blurted out what I had rehearsed. Get out എന്നൊക്കെ അവർ ഉറക്കെ പറയുന്നതിന് മുന്നേ തന്നെ അവൾ പഠിച്ചു വെച്ചിരുന്നു എന്തൊക്കെ പറയണം പ്രിൻസിപ്പലിനെ കണ്ടാലെന്ന്. അതാണ് പറയാൻ തുടങ്ങി. എന്തൊക്കെയായിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക? ഫാദർ, മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. എൻ്റെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. I want to do something for the children in India. I don't know how
only that I must. എൻ്റെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ്. എനിക്ക് ഇന്ത്യയിലെ മുംബൈയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ, ബട്ട് ഐ നോ ഓൺലി വൺ തിങ്. ഇഫ് യു ഗിവ് മീ അഡ്മിഷൻ ഇൻ ദിസ് കോളേജ്, then I can stay in Mumbai and I can do something for the poor children in India. സാധാരണ ക്രിസ്ത്യൻ മിഷണറീസ് എപ്പോഴും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നവരോട് വളരെ താല്പര്യമാണ്. അതോടുകൂടി ഇവളുടെ ഈ കാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ച് കേട്ടതും ഫാദർ ഫ്ലാറ്റായി. He was curious enough to ask me a few questions, and at the end of our conversation, the father thankfully granted me admission to St. Xavier's College. ഇത്രയും പ്രോസ്പെറസ് ആയിട്ടുള്ള വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിച്ചു വളർന്ന, വിദേശ രാജ്യത്ത് അഡ്മിഷൻ തരപ്പെട്ട ഒരു കുട്ടി അതെല്ലാം ഒഴിവാക്കിയിട്ട് മുംബൈയിലെ പാവപ്പെട്ട സ്ലം ചിൽഡ്രന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് അറിഞ്ഞതേ ഫാദർ എന്ത് ചെയ്തു? ഹി ഗേവ് അഡ്മിഷൻ. ഇതിലും നല്ല കുട്ടിയെ കിട്ടാനില്ല. സോ ഫാദർ ഗേവ് അഡ്മിഷൻ ടു സെയിൻറ്റ് സേവിയേഴ്സ് കോളേജ്. The academic system at Xavier's was different from the system in the US. Underline that. ഇതുവരെ യു എസിലും വിദേശത്ത് പല 5ഓളം രാജ്യങ്ങളിൽ പഠിച്ച കുട്ടിയാണ്. അവിടെയൊക്കെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ഷഹീൻ മിസ്ട്രി പറയുന്നത്. എന്തായിരുന്നു വ്യത്യാസം നമുക്ക് നോക്കാം. Here, a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in Massachusetts. Underline that. നമ്മുടെ നാട്ടിലെ പഠനം നമുക്കറിയാം എന്താണ്. ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും കുറേ കാണാപ്പാടം പഠിച്ചിട്ട് അതൊക്കെ പരീക്ഷാകുമ്പോൾ പോയി അങ്ങ് ഛർദ്ദിച്ചു വെച്ചാൽ മതി, വി വിൽ ഗെറ്റ് A+ ആൻഡ് ഫുൾ മാർക്ക്. ഇതാണല്ലോ ഇന്ത്യയിലൊരു പഠനം. അതല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്തു പഠിക്കുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ +1 വരെ അല്ലെങ്കിൽ +2 വരെ പഠിച്ച കാര്യങ്ങളെല്ലാം ശരിക്കും അറിഞ്ഞ് എന്തിനാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കി ചെയ്ത് ഒക്കെയാണോ പഠിച്ചിട്ടുള്ളത്? റെസ്പോൺസ് വരട്ടെ. അങ്ങനെയാണോ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്? ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇന്ത്യയിൽ ഇങ്ങനെ പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഡെവലപ്പ് ചെയ്തോ? സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായോ? ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? മാത്സ് പഠിച്ചിട്ട് മാത്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെ സക്സസ്ഫുള്ളി ഇടപെടാൻ പറ്റുന്നുണ്ടോ? സയൻസ് പഠിച്ചിട്ട് നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് വളരെ സയൻറ്റിഫിക് ആണോ? നിങ്ങളുടെ ജീവിത രീതികളെല്ലാം വളരെ ശാസ്ത്രീയമായി സമീപിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഉത്തരം തരൂ. എവിടെ ഉത്തരം? പെട്ടെന്ന് വരട്ടെ ഉത്തരം. നോ. ശരിക്കും ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെറുതാവുമ്പോൾ മുതൽ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്രമാത്രം സക്സസ്ഫുൾ ആയേനെ. മറിച്ച് നമ്മൾ എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിലപ്പുറം ഈവൻ ഇപ്പം +2 H2Bക്കാർ സോഷ്യൽ വർക്ക് പഠിക്കുന്നുണ്ടാവും. പക്ഷേ സോഷ്യൽ വർക്ക് ചെയ്യാനോ സോഷ്യൽ സർവീസിലേക്ക് ഇറങ്ങാനോ നിങ്ങളുടെ സിലബസ് നിങ്ങളെ അനുശാസിക്കുന്നുണ്ടോ? ഒരുപാട് സോഷ്യലി കമ്മിറ്റഡ് ആവാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളുടെ പരീക്ഷയ്ക്കും മാർക്കിനും വേണ്ടി അല്ലാതെ ജേർണലിസം പഠിക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ശരിക്കും ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇംഗ്ലീഷിൽ എവിടെ പോയാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ശരിക്കും നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതായത് നമ്മൾ ഒരുപാട് ഇങ്ങനെ പഠിക്കുന്ന, നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും ചൊറിഞ്ഞ് അറിഞ്ഞ് പഠിക്കുകയാണ്, ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് വന്ന അവൾക്ക് അവിടെ ബുദ്ധിക്കാണ് പ്രാധാന്യം. ബുദ്ധിപരമായി ചിന്തിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ബുദ്ധിക്കല്ല പ്രാധാന്യം, മനപ്പാഠം കാണാതെ പഠിച്ച് എഴുതേണ്ടതാണ് നമ്മളുടെ പരീക്ഷകളിൽ ഒട്ടുമിക്കത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിഫറൻസ് അവൾക്ക് വല്ലാതെ ഫീൽ ചെയ്യാൻ തുടങ്ങി. I quickly realized that I would be able to learn more in the city beyond the classroom. അതോടുകൂടി അവൾക്കൊരു കാര്യം മനസ്സിലായി.
ഇത് വെറുതെ ബുക്കിൽ എഴുതിയത് വായിച്ചു പഠിക്കാൻ കോളേജിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ കോളേജിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് കിട്ടും എവിടെ നിന്ന്? സിറ്റി, മുംബൈ സിറ്റിയിൽ നിന്നും തനിക്ക് കോളേജിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അനുഭവങ്ങളും പഠനവും ചെയ്യാൻ പറ്റുമെന്ന് അവൾക്ക് വിശ്വാസം തോന്നുകയാണ്. Now that I lived in India, I wanted to understand it in a different and deeper way than I had during my summer holidays. I walked around the city just watching and listening. One day, I walked into a sprawling, low-income community which was a maze of tiny alleyways buzzing with life. An estimated 10,000 people lived here with no running water, no system of waste disposal, underline that, and shared 6 dark cubicle toilets that lined an adjoining alley. അങ്ങനെ മുംബൈയിലെ താമസം കോളേജിൽ നിന്ന് കിട്ടിയ അറിവിനേക്കാൾ ഒരുപാട് അറിവുകൾ, ഒരുപാട് തിരിച്ചറിവുകൾ അവൾക്ക് എവിടുന്ന് കിട്ടി? മുംബൈ സിറ്റിയിൽ നിന്ന് കിട്ടി. കോളേജ് വിടാനായിട്ട് കാത്തിരിക്കുക. കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഉടനെ വൈകുന്നേരം അവൾ നേരെ ഓടുന്നത് എങ്ങോട്ടാണ്? മുംബൈ സ്ട്രീറ്റിലൂടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. മുംബൈയിലെ സ്ലംസ്, ചേരികളിലൊക്കെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും വായിച്ച അറിവുകൾക്കപ്പുറം എന്താണ് മുംബൈ സിറ്റി, എന്താണ് ഇവിടുത്തെ മനുഷ്യരുടെ ജീവിതങ്ങൾ എന്നൊക്കെ നേരിട്ടറിയാൻ വേണ്ടിയിട്ട് അവൾ സ്ലംസിലൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെ സ്ലംസിലൊക്കെ പോയ സമയത്ത് അവൾ ഒരു സ്ലമ്മിൽ എത്തുകയാണ്. അവിടെ ഏകദേശം ഒരു 10,000 പീപ്പിൾ ഉണ്ട്. എത്ര ആൾക്കാരാണ്? 10,000-ഓളം ആളുകൾ കുറഞ്ഞൊരു സ്ഥലത്ത് ഷീറ്റൊക്കെ ഇട്ട് താമസിക്കുകയാണ്. അവിടെ ആകെ ഈ 10,000 ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ടുള്ളത് എന്താണ്? വെറും 6 ഇരുണ്ട ക്യൂബിക്കിൾ ടോയ്ലറ്റ്സ്, ചെറിയ ചേംബറുകൾ, ടോയ്ലറ്റ് എന്നും പറഞ്ഞിട്ട് വെറും 6 എണ്ണം. എത്ര ആൾക്ക് ഉപയോഗിക്കാനാണ്? 10,000 ആളുകൾക്ക് ഉപയോഗിക്കാൻ. എന്നാലോചിച്ച് നോക്കൂ. പിന്നെ നോ റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളമില്ല, കെട്ടിക്കിടക്കുന്ന വെള്ളം, അതിലാണ് ഇവരുടെ എല്ലാ കാര്യങ്ങളും. നോ സിസ്റ്റം ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റ് ഡിസ്പോസലിനൊന്നും ഒരു പണിയില്ല. എല്ലാ വേസ്റ്റും, ഈവൻ ഹ്യൂമൻ വേസ്റ്റ് വരെ അവിടെ ഇവിടെ ഇട്ട് പോവുക എന്നുള്ളതാണ്. I walked around that afternoon speaking with children, wondering how life would be different if each one of them only had access to the opportunities that would fill their greatest potential. Walking down the narrow passageways, I have looked a little dazed when a soft-spoken girl dressed in a beautiful sari welcomed me into her home. അങ്ങനെ ആ ദിവസം മുഴുവനും അവൾ അവിടുത്തെ കുട്ടികളോട് സംസാരിച്ച് ആ ചേരി ചുറ്റി നടന്ന് ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോഴൊക്കെ അവൾ മനസ്സിൽ വിചാരിച്ചത്, എന്നോടിപ്പോൾ സംസാരിച്ച് ഒരു വൃത്തിയും വെടിപ്പും ഇല്ലാതെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഈ കുട്ടികളുണ്ടല്ലോ, അവരുടെ കഴിവിനനുസരിച്ച് അത്യാവശ്യത്തിന് വേണ്ട ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ എന്താണോ അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അവരുടെ എല്ലാം ജീവിത സാഹചര്യം മാറിയേനെ എന്ന് അവൾ ചിന്തിച്ചു. ഓരോ കുട്ടിയെയും അറിയാനും ആ കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കി അതൊന്ന് വികസിപ്പിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ പാവം കുട്ടികൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്ന് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തിയേനെ എന്നവളിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ വിഷമിച്ചിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഷി വാസ് വണ്ടർസ്ട്രക്ക്. കാരണം ആ ചേരിയിൽ അവൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വളരെ നല്ല നീറ്റായിട്ട് നല്ല സാരി ഉടുത്ത ഒരു പെൺകുട്ടി, അവളുടെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി ഒരു ചെറിയ കുടിലിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അവളെ വീടിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഷി വാസ് വെരി ഹാപ്പി. ഹെർ നെയിം വാസ് സന്ധ്യ. She was also 18 like me. She didn't speak a word of English and I didn't speak a word of Hindi. But she smiled and laughed and chatted a lot. And I felt an immediate connection with her. Sandhya's life was so different from mine. എന്നെ സന്ധ്യ അവളെ അകത്തേക്ക് വിളിച്ചു. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ സന്ധ്യ നോസ് നോ ഇംഗ്ലീഷ് ആൻഡ് ഷഹീൻ മിസ്ട്രി നോസ് നോ ഹിന്ദി. രണ്ടാൾക്കും പരസ്പരം ഹിന്ദി അറിയുന്ന ഷഹീൻ മിസ്ട്രി, ഹിന്ദി അറിയാത്ത ഷഹീൻ മിസ്ട്രി ഹിന്ദി മാത്രം അറിയുന്ന സന്ധ്യയോട് മണിക്കൂറുകളോളം സംസാരിച്ചു, ആശയങ്ങൾ കൈമാറിയെന്ന്. ആലോചിച്ച് നോക്കിയേ. അപ്പം നമുക്ക് നമ്മുടെ ഒരേ വേവ് ലെങ്ത്തിലുള്ള ആളുകളുമായിട്ട് ആശയം കൈകാര്യം ചെയ്യാൻ ഒരു ഭാഷയൊന്നും വേണ്ടെന്നല്ലേ ഇപ്പം അതിൻ്റെ അർത്ഥം. രണ്ടുപേരും ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരേ പ്രായക്കാരായ 2 പേര്, സന്ധ്യ ആൻഡ്
Shaheen mystery. Clear? Every day, I would go to her house after college. Her home was smaller than the bathroom of my house. എല്ലാ ദിവസവും കോളേജ് വിടാൻ കാത്തിരിക്കുകയായിരിക്കും ഷഹീൻ മിസ്ട്രി. കോളേജ് വിട്ട് കഴിഞ്ഞാൽ അവൾ ഓടി ആ സ്ലമ്മിലേക്ക് പോവും, സന്ധ്യയുടെ വീട്ടിൽ പോവും, അവർ തമ്മിൽ സംസാരം കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അവിടുത്തെ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഹർ ഹോം വാസ് സ്മോളർ ദാൻ ദ ബാത്റൂം ഓഫ് മൈ ഹൗസ്. സന്ധ്യയുടെ മൊത്തം വീട് ഷഹീൻ മിസ്ട്രിയുടെ വീട്ടിലെ ഒരു ബാത്റൂമിൻ്റെ അത്ര പോലും ഇല്ലായിരുന്നു. When a few children poked their heads inside the doorway to say hi to us, she welcomed them in. These children eventually formed the first class I would teach. Each day, a few more kids would crowd into the little home and ask to learn a few words in English or a little math or a song. Even though I knew very little of India, I felt useful and confident. അങ്ങനെ ദിവസവും വൈകുന്നേരങ്ങളിൽ ഷഹീൻ മിസ്ട്രി സന്ധ്യയുടെ വീട്ടിൽ പോയിരിക്കും. അങ്ങനെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ദിവസവും സന്ധ്യയുടെ വീട്ടിൽ വരുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ആകെ അത്ഭുതമായി. ആഹാ, തരക്കടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ല ഡ്രസ്സിൽ വന്നിരുന്ന ഈ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പം ഇവരെന്നും ഈ വീട്ടിലേക്ക് വരുന്നതെന്ന് ക്യൂരിയോസിറ്റി കാരണം ചെറിയ ചെറിയ പിള്ളേർ ഇങ്ങനെ പോക്ക് ചെയ്യുക, എത്തി വലിഞ്ഞു നോക്കും വീട്ടിലേക്ക്. അങ്ങനെ എത്തി വലിഞ്ഞു നോക്കുന്നവരെയൊക്കെ ആട്ടിപ്പായിക്കാതെ സന്ധ്യ പറയും, യെസ് ഗെറ്റ് ഇൻ. അങ്ങനെ ഓരോരുത്തരെ വിളിച്ചടുത്തിരുത്തും. അങ്ങനെ വന്നു കൂടുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരാൻ തുടങ്ങി. ഓരോ കുട്ടികളും സന്ധ്യയുടെ വീട്ടിൽ ഷഹീൻ മിസ്ട്രി വരുമ്പോഴേക്കും അവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങി. അതോടൊപ്പം ഷഹീൻ മിസ്ട്രി എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് പാട്ടുകളും കളികളും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് അത്യാവശ്യത്തിന് മാത്സും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതും കൂടി ആയപ്പോൾ കുട്ടികൾ വരാൻ തുടങ്ങി. നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് വെച്ചിരിക്കുകയാണ്. ഞാനിതിൻ്റെ തൊട്ട് മുന്നേ നിങ്ങൾക്കൊരു മെസ്സേജ് വിട്ടിരുന്നു. ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയും മുഴുവനായിട്ട് പഠിച്ചാലേ നമുക്ക് നല്ല മാർക്കിൽ പാസ്സാവാൻ പറ്റൂ. ചില നോൺ ഫോക്കസ് ഏരിയയിലെ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ പോലും ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാ ലെസനും എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ കോവിഡ് പിടിച്ച് ആകെ ഡൗൺ ആയി കിടക്കുക. അപ്പോൾ സ്കൂളിലേക്ക് ഇനി ഒരാഴ്ചയും കൂടെ പിടിക്കും വരാനായിട്ട്. അപ്പം എന്നാലേ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പോർഷൻസ് ഇങ്ങനെ ഓൺലൈനായിട്ടെങ്കിലും എത്തിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്, ഈവൻ ദോ ഐ എം നോട്ട് ദാറ്റ് മച്ച് ഓക്കെ, എല്ലാ ഈവനിങ്ങിലും സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ് എടുത്ത് തീർക്കണം എന്നൊരു തീരുമാനത്തിലാണ് വൈകുന്നേരം ക്ലാസ് വെച്ചത്. എന്നിട്ട് പോലും ഇന്നിപ്പോൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം 15. ഇതിപ്പോൾ സ്കൂളിലാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും മുന്നിൽ വന്ന് അങ്ങനെ ഇരിക്കും, ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടാവില്ല. കുറച്ച് പേര് അവിടെയും സത്യത്തിൽ ചിലപ്പോൾ 10 പേരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർ അവരുടേതായ ലോകത്തായിരിക്കും. അപ്പം ആലോചിച്ച് നോക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഡ്യൂക്കേഷൻ ഇങ്ങനെ നിർബന്ധപൂർവ്വം തരികയാണ്. നിങ്ങൾ എന്തായാലും പഠിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിർബന്ധപൂർവ്വം തരുന്ന ഈ സാധനമായതുകൊണ്ട് നമുക്ക് അതിനൊരു വിലയില്ല. എന്നാൽ ആ സ്ലമ്മിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ ആരുമില്ല, അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ അവർ പറഞ്ഞു കൊടുക്കുകയാണ്, അത്യാവശ്യം കണക്ക് പറഞ്ഞു കൊടുക്കണോ ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണോ എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്യണം, ആരും വിളിക്കാതെ തന്നെ ഓടി ഇങ്ങനെ വരികയാണ് ഷഹീൻ മിസ്ട്രിയുടെ ഒരു ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ തിരിച്ചറിയേണ്ടത് അതാണ്. അതായത് നമുക്ക് കിട്ടുമ്പോൾ അതിനൊരു വിലയില്ല. നമ്മൾ പറയും കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന്. നിങ്ങൾക്കിപ്പോൾ ക്ലാസ് ഇങ്ങനെ എടുത്തു തരാൻ ഒരാളുള്ളപ്പം നിങ്ങൾ വിചാരിക്കും, ഓ സീന മിസ്സിൻ്റെ ക്ലാസ് അല്ലേ, ഇതൊക്കെ എത്ര കേട്ടതാ, വേണ്ട, ഒരു വിലയില്ല. ഇത് കിട്ടാത്ത ആളുകൾക്ക് കൊടുക്കുമ്പോഴാണ് എഡ്യൂക്കേഷൻ്റെ വാല്യൂ വരുന്നത്. ക്ലിയർ? സോ children beamed to her house and every day she will teach them a few words in English, a little maths or a song. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് കൊടുക്കും. I felt useful and confident. ജീവിതത്തിൽ ഈ 17 കൊല്ലം ഇത്രയും ലക്ഷൂറിയസ് ആയിട്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടി ജീവിച്ചിട്ടും അവൾക്കൊരിക്കലും സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടില്ല. ഐ ആം നീഡഡ്, ഐ ആം വാണ്ടഡ് എന്നുള്ള ഫീലിംഗ്, എന്നെ ആർക്കൊക്കെയോ വേണം എന്നൊരു തോന്നൽ അവൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ മുംബൈയിൽ ഈ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഷഹീൻ മിസ്ട്രിക്ക് ആദ്യമായിട്ട് തോന്നി എന്താണ്, യെസ് ഐ ആം കോൺഫിഡൻറ്റ് ബിക്കോസ് ദീസ് ചിൽഡ്രൻ നീഡ് മീ, ദേ നീഡ് മൈ ഹെൽപ്പ്, ദേ നീഡ് മൈസെൽഫ് ടു ടീച്ച് ദം ഇംഗ്ലീഷ് ആൻഡ് മാത്തമാറ്റിക്സ് ആൻഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സോങ്സ്. അപ്പോൾ അവൾക്ക് ജീവിതത്തിനൊരർത്ഥം, ഷീ ഫൈൻഡ് ദാറ്റ് her life is meaningful.
സംബഡി ഇൻ ദിസ് വേൾഡ് നീഡ്സ് ഹർ എന്ന തോന്നൽ ഉണ്ടാവുകയാണ്. ദിസ് ബിക്കെയിം മൈ റുട്ടീൻ. I'd leave college as soon as I could and rush to my new world in the community. Here I saw truth and hope. Underline that. ഇത് അവളുടെ ഒരു ശീലമായി മാറി. എങ്ങനെയും കോളേജ് കഴിഞ്ഞാൽ ഓടി ഇവിടേക്ക് വരും, എന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. ഹിയർ ഐ സോ ട്രൂത്ത് ആൻഡ് ഹോപ്പ്. ആ സ്ലമ്മിലെ കുട്ടികളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഷീ ക്യാൻ ഫീൽ ദ ട്രൂത്ത് ആൻഡ് ഹോപ്പ്. അവരുടെ പ്രതീക്ഷ, അവർക്ക് അവളിലുള്ള വിശ്വാസം, അത് അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ദ ചിൽഡ്രൻ വുഡ് ഷൗട്ട് ദീദി ദീദി excitedly when I went there. This was starting to feel like a lifelong commitment. ആ ചേരിയിലേക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും കുട്ടികൾ ഇങ്ങനെ നോക്കി നിൽക്കും. ഷഹീൻ മിസ്ട്രിയെ കാണുമ്പോഴേക്കും ദീദി ദീദി എന്ന് വിളിച്ച് ഓടി വരും. Akansha was born of the simple idea that India had people who could teach, spaces that could be utilized as classrooms, and the funds with which to educate all the children. Everything exists. I just need to find a way to bring all together. അങ്ങനെയാണ് ഷഹീൻ മിസ്ട്രി പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഓർഗനൈസേഷനാണ് ആകാംക്ഷ ഫൗണ്ടേഷൻ. നമ്മുടെ ഇർഫാൻ ആലം സമ്മാൻ ഫൗണ്ടേഷൻ തുടങ്ങിയ പോലെ ആകാംക്ഷ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആകാംക്ഷ ഫൗണ്ടേഷൻ കൊണ്ട് അവൾ ഉദ്ദേശിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, പഠിപ്പിക്കാനുള്ള ആളുകളുണ്ട്, പഠനം തീരെ കിട്ടാത്ത ആളുകളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പഠനം തീരെ കിട്ടാത്ത ഈ പാവപ്പെട്ട കുട്ടികളെ സ്കൂളുകളിലോ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ആളുകളുടെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ കണ്ണികളെ തമ്മിൽ ബന്ധപ്പെടുത്തുക. പഠിക്കാൻ അവസരമില്ലാത്തവർ, പഠിക്കുന്നവർ, പഠന സ്ഥാപനങ്ങൾ, ഇവരെ മൂന്നിനെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും മെച്ചം ഉണ്ടാവും എന്ന് അവർക്ക് തോന്നുകയാണ്. ഈ പാവപ്പെട്ട കുട്ടികളെ പഠന സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് പഠിക്കാമല്ലോ. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം എന്നൊരു ഐഡിയയിൽ നിന്നാണ് ആകാംക്ഷ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ദ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി വാണ്ടഡ് ഓൺലി 3 things: ഹൗസിംഗ്, വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ സ്ലമ്മിൽ ഇങ്ങനെയുള്ള സന്ധ്യയുടെയും അതുപോലെ അവിടെയുള്ള കുട്ടികളുടെയൊക്കെ കൂടെ ഇങ്ങനെ നിന്നപ്പം ഷഹീൻ മിസ്ട്രിക്ക് ഒരു കാര്യം മനസ്സിലായി. അവർക്ക് ജീവിതത്തിൽ വേണ്ടത് 3 കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? ഹൗസിംഗ്, വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ. അവർക്ക് താമസിക്കാൻ വീട് വേണം, ഭക്ഷണം, വെള്ളം വേണം, അതേപോലെ തന്നെ അവർക്ക് വേണ്ടത് എന്താണ്? എഡ്യൂക്കേഷൻ. ഓക്കെ, I realized that if I wanted the students to take school seriously, they needed an environment free of the community's distractions. So we started the search for our first Akansha center space. അങ്ങനെ കുറച്ച് ദിവസം ഈ ചേരിയിലിരുന്ന് സന്ധ്യയുടെ വീട്ടിൽ പഠിപ്പിച്ചപ്പം നമ്മുടെ ഷഹീൻ മിസ്ട്രിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ കുട്ടികളിപ്പോൾ ഈ സ്ലമ്മിൽ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചാൽ അവർ കാര്യങ്ങൾ പഠിക്കും, പക്ഷേ അവരൊരിക്കലും ഈ വൃത്തിഹീനമായ ചുറ്റുപാട്, ഈ ഒച്ചയും വിളിയും പൊടിയും സൗകര്യമില്ലായ്മയും ഇതിലവരിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ അവർ പാഠഭാഗം പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും സമൂഹത്തിൽ ഇതിനേക്കാൾ നല്ല സ്ഥലങ്ങളുണ്ട്, വൃത്തിബോധം, ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി, അങ്ങനെയുള്ള കുറേ ക്വാളിറ്റീസ് ഉണ്ടല്ലോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊന്നും അവർക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പം അതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വൃത്തിഹീനമായ ചുറ്റുപാടിൽ നിന്ന് ഇവരെ പുറത്തു കൊണ്ടുപോയിട്ട് നല്ല സ്കൂളുകളുടെ അന്തരീക്ഷത്തിൽ ഇരുത്തി പഠിപ്പിക്കണം. റൈറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും സ്കൂളുകൾ തന്നെ ഹെൽപ്പ് ചെയ്യുമോ ആകാംക്ഷ സ്കൂൾ തുടങ്ങാനായിട്ട് എന്ന രീതിയിൽ ഇവർ ഒരുപാട് സ്കൂളുകളെ സമീപിക്കുന്നുണ്ട്. I approached 20 schools in the city requesting to give just 1 classroom in their school building for 3 hours every evening. ഏകദേശം 20 സ്കൂളുകളെ സമീപിച്ചു. ആകാംക്ഷ തുടങ്ങാൻ 20 സ്കൂളിൻ്റെ ആവശ്യമുണ്ടോ? ഒരു സ്കൂൾ മതി. പിന്നെ എന്തിനാണ് അവർ 20 സ്കൂളിനെ സമീപിച്ചിട്ടുണ്ടാവുക? ആരും സമ്മതിച്ചിട്ടുണ്ടാവുക. 19 സ്കൂളുകളിലും പോയി എല്ലാവരും പല പല മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ട് അവിടെ ഒന്നും റൂം കൊടുത്തില്ല. വൈകുന്നേരം 1 മണിക്കൂർ ഈ പാവപ്പെട്ട കുട്ടികളെ അവിടെ ഇരുത്തി ഒന്ന് പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചതിന് ഈ 20 സ്കൂളുകാരും നോ എന്ന് പറഞ്ഞു. പറഞ്ഞത് വ്യത്യസ്തമായ കാരണങ്ങളാണെന്നേ ഉള്ളൂ,
പക്ഷേ അൾട്ടിമേറ്റ്ലി അവരുടെ റെസ്പോൺസ് ഒന്നായിരുന്നു, പറ്റില്ല എന്നുള്ളത്. All of them refused for the most illogical reasons. ഒരു ലോജിക്കും ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവർ ഈ സ്കൂൾ തരില്ല എന്ന് പറഞ്ഞത്. Some administrators claimed that the idea of teaching underprivileged children was way too revolutionary. ഈ അന്തം കുന്തം ഇല്ലാത്ത പാവപ്പെട്ട ഈ കുട്ടികളെ, സമൂഹത്തിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് എന്തിനാണ് എഡ്യൂക്കേഷൻ കൊടുക്കണം, നിനക്ക് വേറെ പണിയൊന്നുമില്ല പെണ്ണെ എന്നാണ് ചില അതോറിറ്റീസ് ചോദിച്ചത്. While others complained that they would spread diseases to the other students. വേറെ ചിലർ പറഞ്ഞത് ഈ വൃത്തിയും വെടിപ്പും ഇല്ലാത്ത ചേരിയിലെ പിള്ളേർ ഇവിടെ സ്കൂളിൽ വന്ന് ഇരുന്നാൽ അവരുടെ കയ്യിൽ നിന്ന് മാറാരോഗങ്ങൾ പിടിക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് എന്നാണ് വേറെ ചിലർ പറഞ്ഞത്. A principal of a reputed school even complained how she simply couldn't allow the children into her school as the glass bangles worn by the daughters of the fishermen would scratch the desks of her classrooms. ഒരു വലിയ പേരുകേട്ട വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ പറഞ്ഞത്, ഈ മീൻ മുക്കുവന്മാരുണ്ടാവില്ലേ, അവരുടെ മക്കളൊക്കെ ഇടുന്ന കുപ്പിവള അത് കുത്തിയിട്ട് ഡെസ്കിലൊക്കെ പോറൽ വരുന്നു. അയ്യോ, എന്തോ ഒരു വലിയ പ്രശ്നം. അപ്പം ഇത്തരത്തിലുള്ള കുഞ്ഞു 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 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 20 സ്കൂളുകാരും എന്ത് ചെയ്തില്ല, ആകാംക്ഷ സ്കൂൾ നടത്താനായിട്ട് വൈകുന്നേരം 1 മണിക്കൂർ ഷഹീൻ മിസ്ട്രിക്ക് കൊടുക്കാൻ പോലും ആരും തയ്യാറായില്ല. Finally, when I was almost ready to give up, the principal of the Holy Name High School in Colaba agreed to give a room. That became the first Agansha Center. അവസാനം 20ാമത്തെ സ്കൂളിലെ പ്രിൻസിപ്പൽ, ആ സ്കൂളിൻ്റെ പേര് ഹോളി നെയിം ഹൈസ്കൂൾ, ഒരു ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന സ്കൂളായിരുന്നു. അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാരിറ്റി വർക്കിൽ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കൂടുതലാണ്. സോ അറ്റ് ലാസ്റ്റ് ദാറ്റ് പ്രിൻസിപ്പൽ സെഡ് ദാറ്റ് ഓക്കെ, യു ക്യാൻ ടേക്ക് യുവർ ചിൽഡ്രൻ ഹിയർ ആൻഡ് ഇൻ ദ ഈവനിങ്സ് യു ക്യാൻ ടീച്ച് ദം. ഈ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, the feeling, what is the situation or the thought process that has been going on in the mind of our people. ലിറ്ററേറ്റ് ആയിട്ടുള്ള, സാക്ഷരരായിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കൾച്ചേർഡ് എന്ന് അവകാശപ്പെടുന്ന, ഒരുപാട് പഠിച്ച് സമൂഹത്തിൻ്റെ ഉന്നത നിലയിലുള്ള കൾച്ചറുള്ളവരെന്ന് വിചാരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ പാവം കുട്ടികളെ വിലയിരുത്തിയതെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. That became the first Agansha Center. അങ്ങനെ അതായിരുന്നു ആ വിദ്യാലയത്തിലെ കൊളാബയിലുള്ള ആ സ്കൂളായിരുന്നു ആകാംക്ഷയുടെ ആദ്യത്തെ സെൻറ്റർ. I mobilized volunteers from St. Saviour's to teach and made a rough plan of what they would teach. I just wanted the class to be a place where the children can feel safe, a space where they can leave the difficulties of their lives behind and just be children. How great she is. എന്തായിരുന്നു അവരുടെ പ്ലാന്? ഈ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്, ഒന്ന്, ഒരു സേഫ്റ്റി ഫീലിംഗ്, അവർക്ക് ആരുമില്ല, അവരെ നോക്കാൻ ആരുമില്ല, അവരെ കെയർ ചെയ്യാൻ ആരുമില്ല എന്നുള്ള ആ ഫീലിങ്ങിൽ നിന്നൊരു മാറ്റം. നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സ്കൂൾ ഇവിടെ ഉണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ തയ്യാറായിട്ട് ഞങ്ങളുണ്ട് എന്നുള്ളൊരു സേഫ്റ്റി ഫീലിംഗ് കൊടുക്കുക, ഒരു ലക്ഷ്യം. രണ്ടാമത്തത്, അവരുടെ ആ വീട്ടിൽ നിറയെ ദുരിതങ്ങളും കഷ്ടപ്പാടുമാണ്. അതെല്ലാം ഇട്ട് വെച്ചിട്ട് എന്ത് ചെയ്യണം, എല്ലാം എല്ലാ ദുരിതങ്ങളും ഡിഫിക്കൽട്ടീസും മിസറീസും ഒക്കെ ആ സ്ലമ്മിൽ വെച്ചിട്ട് അല്പനേരത്തേക്കെങ്കിലും ശരിക്കുള്ള ഫ്രീ ആയിട്ടുള്ള കുട്ടികളായിട്ട് കളിക്കാനും രസിക്കാനും പഠിക്കാനുള്ളൊരു അവസരം ഈ പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഈ ആകാംക്ഷ സെൻറ്ററിൻ്റെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഷഹീൻ മിസ്ട്രിക്ക് ഒറ്റയ്ക്ക് പറ്റില്ലല്ലോ പഠിപ്പിക്കാൻ. അപ്പോൾ വോളണ്ടിയേഴ്സായിട്ട് ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൂടെ കോളേജിലുള്ള സെയിൻറ്റ് സേവിയേഴ്സിലുള്ള മറ്റു കുട്ടികളെയും വില്ലിംഗ് ആയിട്ടുള്ളവരെ ഇറക്കിയിട്ട് ഇവർക്ക് പഠിപ്പിക്കാൻ തുടങ്ങി. ആകാംക്ഷ ഫോർമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻറ്റ് ഇൻ 1991. ആകാംക്ഷ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1991 ഫ്രം എ സിംഗിൾ ക്ലാസ് വിത്ത് 15 ചിൽഡ്രൻ. ആദ്യത്തെ സ്കൂളിൽ, കൊളാബയിലെ ആ സ്കൂളിൽ
15 കുട്ടികളുള്ള ഒരൊറ്റ ക്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ 1991 ആകാംക്ഷ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ആകാംക്ഷ grew to 58 centers and 6 schools with over 3,500 children. ആ ഒരു സെൻറ്റർ എന്നുള്ളത് ഇന്ന് എത്രയായി വലുതായിട്ടുണ്ട്? 58 സെൻറ്റേഴ്സ്. പിന്നെ 6 സ്കൂളുകൾ, 6 സ്കൂളുകളിലായിട്ട് 58 സെൻറ്റേഴ്സ്, 3500 കുട്ടികളും. ആ നിലയിലേക്ക് വളർന്നു കഴിഞ്ഞു ഈ ആകാംക്ഷ. The program developed very organically over years, like a soup made special by chefs tossing in whatever needed after each tasting, a blend all its own. The stock ingredients were basic English and math, so to that a dash of values, self-esteem and confidence. അങ്ങനെ ആകാംക്ഷ സ്കൂള് മെല്ലെ 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 ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ മാറ്റങ്ങളിലൂടെ വളർന്ന് പടർന്ന് പന്തലിച്ച് സമൂഹം വലുതായി. ഒരു സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഓരോ ഷെഫുമാരും വന്നിട്ട് അതിൽ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ നോക്കി മിസ്സായ ഐറ്റമൊക്കെ കൂട്ടി 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 കൊണ്ടുവന്ന് ഒരു ബെസ്റ്റ് സൂപ്പ് ഉണ്ടാക്കിയ പോലെ ആകാംക്ഷ ഫൗണ്ടേഷൻ തുടങ്ങിയപ്പോൾ 15 കുട്ടികളെ വെച്ച് തുടങ്ങിയ സാധനം അതിനായിട്ടൊരു സിലബസ് ഉണ്ടാക്കി, അത് പഠിപ്പിക്കാൻ വോളണ്ടിയേഴ്സിന് ഉണ്ടാക്കി, വോളണ്ടിയേഴ്സിന് ക്വാളിഫിക്കേഷനായി, ഒരുപാട് സെൻറ്റേഴ്സ് സെലക്ട് ചെയ്തു. അങ്ങനെ ഏകദേശം 3500 കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് ആകാംക്ഷ ഫൗണ്ടേഷൻ എത്തിച്ചേർന്നു. അതുപോലെ അവരുടെ സിലബസിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ബേസിക് ഇംഗ്ലീഷ്, ബേസിക് മാത്തമാറ്റിക്സ്, അതിൻ്റെ കൂടെ അല്പം വാല്യൂസ്, മോറൽസ്, കുറച്ച് നല്ല മൂല്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക, ഡിസിപ്ലിൻ, ലവ്, ടുഗെദർനെസ്, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ക്വാളിറ്റീസ് കുട്ടികളിലേക്ക് എത്തിക്കാൻ. അതോടൊപ്പം തന്നെ സെൽഫ് എസ്റ്റീം, ഞങ്ങളും മോശക്കാരല്ല, ഞങ്ങളും ഈ സമൂഹത്തിലെ മെമ്പേഴ്സാണ്, വി ആർ ഓൾസോ എ ലിറ്റിൽ ബിറ്റ് എഡ്യൂക്കേറ്റഡ് എന്നുള്ള ഒരു ഫീലിംഗ്, സെൽഫ് എസ്റ്റീം, അതുപോലെ കോൺഫിഡൻസ്, ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ആകാംക്ഷ ഫൗണ്ടേഷനിലൂടെ ഷഹീൻ മിസ്ട്രിക്ക് കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ പ്രായമേ ഉള്ളൂ, ആ പ്രായത്തിലാണ് ഇവള് ായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടത്. ഇന്ന് ഷഹീൻ മിസ്ട്രിയുടെ ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ചെയിൻ ഉണ്ട്, ഒരു എഡ്യൂക്കേഷൻ ഫോർ ഫ്രീ ചിൽഡ്രൻ. ദാറ്റ് ഓർഗനൈസേഷൻ ഈസ് കോൾഡ് ടീച്ച് ഫോർ ഇന്ത്യ. ടീച്ച് ഫോർ ഇന്ത്യക്ക് പൂനെ, ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഇത്രയും സ്റ്റേറ്റുകളിൽ, ഇത്രയും സിറ്റീസിൽ ടീച്ച് ഫോർ ഇന്ത്യൻ്റെ ബ്രാഞ്ചസ് ഉണ്ട്. അതുപോലെ ഈ ടീച്ച് ഫോർ ഇന്ത്യയിൽ വോളണ്ടിയേഴ്സ് ആവാനായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. വോളണ്ടിയേഴ്സ് ആവാം, പല രീതിയിൽ വോളണ്ടിയർ ചെയ്യാം. അവിടുത്തെ കുട്ടികളെ അവരെ ശീലങ്ങൾ പഠിപ്പിക്കുന്നതിൽ, അത് പഠനത്തിൽ സഹായിക്കുന്നവരാവാം. നിങ്ങൾക്ക് പറ്റുന്നൊരു പോസ്റ്റ് ഉണ്ട്, അതിൽ വരുന്നു. നിങ്ങൾ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ എത്തുന്ന സമയത്ത്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ, അല്ലെങ്കിൽ MBBS ഫൈനൽ ഇയർ, അല്ലെങ്കിൽ ജേർണലിസം ഫൈനൽ ഇയർ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫൈനൽ ഇയർ ഒക്കെ പഠിക്കില്ലേ? ആ ഫൈനൽ ഇയർ കഴിയുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിൽ ടീച്ച് ഫോർ ഇന്ത്യയുടെ ആളുകൾ ചെല്ലാറുണ്ട്. എന്നിട്ട് ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളെ 2 വർഷത്തേക്ക് ഫെലോസായിട്ട് ടീച്ച് ഫോർ ഇന്ത്യയുടെ നമുക്കിഷ്ടപ്പെട്ട ബ്രാഞ്ചുകളിൽ ഫെലോസായിട്ട് വർക്ക് ചെയ്യാം. ടീച്ചിങ് ഫെലോസായിട്ട് ടീച്ച് ഫോർ ഇന്ത്യയുടെ സ്കൂളിൽ പോയിട്ട് ആ കുട്ടികളെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് 2 വർഷം അവിടെ നിൽക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് ജീവിച്ചു പോകാൻ വേണ്ട സാലറി തരും. ഒരുപാട് പൈസയൊന്നും തരില്ല, പക്ഷേ മോശമല്ലാത്തൊരു സംഖ്യ നിങ്ങൾക്ക് തരും. നിങ്ങൾ അവരെ പഠിപ്പിച്ച് അവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് 2 വർഷം അവരുടെ കൂടെ നിൽക്കണം. ഞാൻ ഈ പറഞ്ഞ 7 സിറ്റീസിൽ ഏത് സിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അവർ സർട്ടിഫിക്കറ്റ് തരും, ഇങ്ങനെയൊരു ചാരിറ്റി വർക്ക് നിങ്ങൾ ചെയ്തു എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അതൊരു വലിയ കിട്ടലായിരിക്കും. കാരണം 2 വർഷം നിങ്ങളുടെ ഏറ്റവും നല്ല പ്രൈം ടൈമിൽ നമ്മൾ TV കണ്ടോ ചാറ്റ് ചെയ്തോ വേസ്റ്റ് ആക്കുന്ന സമയത്ത് നല്ല കുട്ടികളെ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്കുമുണ്ട് ഒരു അവസരം. ഇപ്പോഴല്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് 2 ഇയേഴ്സ് ആസ് ഫെലോസ്. അപ്പം നിങ്ങൾക്ക് തോന്നും, ഈ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോൾ കാശുണ്ടാക്കാതെ അവിടെ പോയി പണിയെടുക്കുകയാണോന്ന്. അതവിടെ ചെന്ന് പണിയെടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ.
കാരണം നമുക്ക് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല അവിടെ അധ്വാനിക്കുന്നത്, മറിച്ച് ഒരു സോഷ്യൽ കോസിന് വേണ്ടിയാണ്. നമ്മളെപ്പോലെ സ്കൂളുകളിൽ വരാനോ പഠിക്കാനോ കഴിയാത്ത കുറേ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അപ്പം കഴിയുന്നതും ആർക്കെങ്കിലും പറ്റുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് ഓർക്കുക. നിങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുയോജ്യമാവുകയാണെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വർക്ക് ദർ ആസ് എ ഫെലോ ഇൻ ടീച്ച് ഫോർ ഇന്ത്യ. അങ്ങനെ ഉണ്ടെങ്കിൽ, അന്ന് ഞാനും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പ്ലീസ് ഇൻഫോം മീ. ഓക്കെ, ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ അവിടെ ജോലി കിട്ടൽ എളുപ്പമെന്ന് വിചാരിക്കേണ്ട. ഫെലോസ് ആവാൻ IITs പോലെയുള്ള, എയിംസ് പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിലെ കുട്ടികളൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ശരിക്കും നിങ്ങൾ സോഷ്യലി കമ്മിറ്റഡ് ആണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങളെ അതിലേക്ക് സെലക്ട് ചെയ്യുള്ളൂ. റൈറ്റ്? അപ്പോൾ അങ്ങനെ ഈ ഒരു ലെസൺ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ ഇർഫാൻ ആലത്തെ പോലെ ഒരു സോഷ്യൽ ഓൺടർപ്രണർ ആവാൻ, ഷഹീൻ മിസ്റ്റിയെ പോലെ സോഷ്യലി കമ്മിറ്റഡ് ആവാൻ എൻ്റെ ക്ലാസ് കേട്ട എല്ലാ കുട്ടികൾക്കും കഴിയട്ടെ. അതിന് നിങ്ങൾ ശ്രമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പം അങ്ങനെ നല്ല നല്ല തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാൻ നമ്മളുടെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമാകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് പിരിയാം. നാളെ വീണ്ടും കാണാം, അടുത്ത ലെസൺ എടുക്കാം. ഇനി ഒരു 5-6 ക്ലാസ്സോട് കൂടി നമുക്ക് പോർഷൻസ് തീർക്കണം. ഇങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓഫ്ലൈനായിട്ട് ക്ലാസ്സിൽ നിന്ന് തന്നെ എടുക്കണം എന്നുണ്ടോ? അതുപോലെ തന്നെയല്ലേ ഇപ്പം ഇങ്ങനെ എടുത്താലും? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇങ്ങനെ എടുക്കല്ലേ ഡെയിലി? താല്പര്യമുള്ളവർ വരട്ടെ. ഈ 15-നെ ഞാൻ വാല്യൂ ചെയ്യുന്നു, കാരണം മറ്റുള്ളവർ അവർക്ക് സൗകര്യമുള്ളപ്പോൾ കണ്ടോട്ടെ. എന്തായാലും എൻ്റെ മുന്നിൽ ഇപ്പോൾ ഫുൾ ടൈം എന്നും വരുന്ന 15 പേര് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വെരി ഗ്രേറ്റ്. വളരെ താല്പര്യമുള്ളവരാണല്ലോ വരുന്നത്. അപ്പം നമുക്ക് നിർത്താം അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മനസ്സിലാവുന്നുണ്ട്? ഉമ്മായി ബാനു, സുജീഷ് നല്ല കുട്ടിയാണ്, എന്നും ക്ലാസ്സിൽ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ മിടുക്കൻ. ലിയ, ആരാന്ന് എനിക്കറിയില്ല. ആദിൽ അഫ്ലിദ്, അതും ആരാന്നറിയില്ല. കബീർ, ഓക്കെ, എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് നാളെ എടുക്കാം അടുത്ത ലെസൺ. ഇതിൻ്റെ സമ്മറി, ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വിട്ടിട്ടുണ്ട്. അതിനകത്ത് പിന്നെ ടീച്ച് ഫോർ ഇന്ത്യയിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഒരു വോളണ്ടിയർ ആയിട്ട്. അതിന് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ്, ആപ്ലിക്കേഷൻ ഫോം, ഒരു ജോലിക്കുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ ഫില്ല് ചെയ്യണം, അതേപോലെ തന്നെ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററും റെസ്യൂമേ മീൻസ് നിങ്ങളുടെ ബയോഡാറ്റ എങ്ങനെ ഫില്ല് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ടൊരു എക്സാമ്പിൾ സഹിതം ഇന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വിട്ടിട്ടുണ്ട്. അത് ഇന്ന് തന്നെ നോക്കുക, മനസ്സിലാക്കുക. ആ ആപ്ലിക്കേഷൻ ലെറ്റർ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ ഫോമാറ്റും ഒരു റെസ്യൂമേയുടെ ഫോമാറ്റും എങ്ങനെയൊക്കെ വേണമെന്ന് കൃത്യമായിട്ട് പേജ് നമ്പർ 95-ലും 96-ലും ഉണ്ട്. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 95-ഉം 96-ഉം ഇന്ന് ആ നോട്ട് എഴുതിയതിന് ശേഷം നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് ഞാൻ സ്കൂളിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ലെറ്റർ ഒന്നും കൂടെ പറഞ്ഞു തരും. പക്ഷെ അതിന് മാത്രമായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഇന്ന് തന്നെ ഇതൊക്കെ ഒന്ന് നോക്കി ഏറെക്കുറെ മനസ്സിലാക്കി വെക്കും. ഓക്കെ, ദെൻ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.